നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനം കേട്ടത് ഗന്ധമാന പർവ്വതത്തിൽ എത്തി അവിടെ ബദരിയാശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രൗപദിയുടെ മുമ്പിലേക്ക് 1000 ഇതളുകളുള്ള ഒരു താമര, അതിമനോഹരമായിട്ടുള്ള ഗന്ധമുള്ള ഒരു താമര വന്നു വീണു. ആ താമര കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കൗതുകം തോന്നിയിട്ടുള്ള ദ്രൗപദി അത് ഭീമനെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാനിത് ധർമ്മരാജാവിന് കൊടുക്കാൻ പോകണം, അങ്ങ് ഇതുപോലെയുള്ള കുറേ പുഷ്പങ്ങൾ എനിക്ക് പറിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം ഈ പുഷ്പം പറിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ തൻ്റെ പ്രിയതമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പുഷ്പം പറിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ യാത്രയാവുകയാണ്. ഈ ഒരു കഥാഭാഗം വളരെ പ്രശസ്തമാണ്. കല്യാണ സൗഗന്ധികം എന്നുള്ള രീതിയിൽ കഥകളിയായും മറ്റുമൊക്കെ വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു കഥാഭാഗമാണ് ഇത്. സൗഗന്ധികം എന്ന് പറയുന്ന പുഷ്പം തേടി ആ ഭീമൻ യാത്ര തിരിക്കുകയാണ്. ആ പുഷ്പത്തെ ഇങ്ങോട്ടെത്തിച്ച് കാറ്റിൻ്റെ ഗതി നോക്കി വടക്കിഴക്കേ ഭാഗത്തേക്കാണ് ഭീമൻ തൻ്റെ യാത്ര ആരംഭിച്ചത്. ഭീമൻ പോകുന്ന സമയത്ത് തൻ്റെ ശക്തിയേറിയിട്ടുള്ള ഗദയും അതിനോടൊപ്പം തന്നെ സ്വർണം കെട്ടിയ വില്ലും ശക്തിയേറിയ അമ്പുകളുമൊക്കെ ധരിച്ച് സർവ ആയുധങ്ങളും ധരിച്ചുകൊണ്ടാണ് ഭീമൻ ആ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗന്ധമാന പർവ്വതവും ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ യക്ഷന്മാരും ഗന്ധർവന്മാരുമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടേക്ക് പോകുന്നത് വളരെ ആപൽക്കരമാണെന്നുള്ള കാര്യം ഭീമന് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ ശക്തിയിൽ അതിയായിട്ടുള്ള വിശ്വാസമുള്ള ഭീമൻ എന്തിനേയും നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി. തൻ്റെ പ്രിയതമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നേടാൻ വേണ്ടിയിട്ട് ആ പുഷ്പം തേടി വടക്കുകിഴക്കേ ഭാഗത്തേക്ക് യാത്രയായി. ഭീമൻ്റെ യാത്ര അതിഗംഭീരമായിട്ടാണ് ഇവിടെ വ്യാസഭഗവാൻ ആ പർവ്വതത്തിൽ വീശുന്ന കാറ്റിൽ നിന്നും തൻ്റെ പിതാവിൻ്റെ സ്നേഹസ്പർശം അറിഞ്ഞ ഭീമൻ വായുപുത്രനാണ്. അങ്ങനെ വായുവിൻ്റെ സ്നേഹസ്പർശം അറിഞ്ഞ ഭീമൻ തപോനിധികളൊക്കെ തപസ് ചെയ്യുന്ന യക്ഷന്മാരും കിന്നരന്മാരും രാക്ഷസന്മാരുമൊക്കെ വിഹരിക്കുന്ന പർവ്വതത്തിൽ തൻ്റെ ശക്തിയും വീര്യവും അറിയിച്ചുകൊണ്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഭീമൻ്റെ ലക്ഷ്യം ആ സൗഗന്ധിക നിൽക്കുന്ന സരസ് കണ്ടുപിടിക്കുകയും അതിൽ നിന്നും 1000 ഇതളുകളുള്ള ആ താമര പറിച്ച് തൻ്റെ പ്രിയതമയായിട്ടുള്ള പാഞ്ചാലിക്ക് കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഭീമൻ്റെ ലക്ഷ്യം. ആ മനോഹരമായിട്ടുള്ള കാട്ടിലെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഭീമൻ മുമ്പിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭീമനെ കണ്ടുകൊണ്ട് ഭയമെന്തെന്നറിയാത്ത മാനുകൾ സാഗൂതം ഭീമനെ വളരെ കൗതുകത്തോടു കൂടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഭീമൻ ആ സുഗന്ധം വഹിച്ചുകൊണ്ട് വരുന്ന കാറ്റിനെ പിന്തുടർന്നുകൊണ്ട് ആ ദിക്കിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതീവ ബലവാനും ഒരുപാട് ഉയരവുമുള്ളവനായിട്ടുള്ള ഭീമൻ തൻ്റെ യാത്ര ഒരു മതം പിടിച്ച ആന നടക്കുന്നത് പോലെയാണ് ആ കാട്ടിലൂടെ നടന്നത്. അവൻ പോകുന്ന ഭാഗത്തെ കാടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ വള്ളിപ്പടർപ്പുകളൊക്കെ പിടിച്ച് ഉലച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള യാത്ര കാണാൻ വേണ്ടിയിട്ട് യക്ഷകിന്നരന്മാരൊക്കെ വളരെ കൗതുകത്തോടു കൂടിയിട്ട് ആകാശത്ത് നിരന്നു നിന്നു. വനവാസത്തിനിറങ്ങിയ ദ്രൗപദിക്ക് സന്തോഷം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഭീമൻ ഈ ഒരു യാത്രയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ പോലും ഭീമൻ്റെ മനസ്സിൽ നിന്ന് ദുര്യോധനാദികൾ ചെയ്ത ആ ചതിയും അവരുടെ വഞ്ചനയും അവർ ചെയ്ത ദുഷ്ടത്തരങ്ങളും ഒന്നും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. കൗരവരോടുള്ള അതിയായിട്ടുള്ള പകയോടൊപ്പം തന്നെ തൻ്റെ മൂത്ത ജ്യേഷ്ഠനോടും മാദ്രേയന്മാരോടും അർജുനനോടുമൊക്കെയുള്ള സ്നേഹം ഭീമൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നു. ആ സമയത്ത് ഭീമൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു സന്ദേഹം വന്നു. ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ എന്നോടുള്ള സ്നേഹം കാരണം നകുലിനെയും സഹദേവനെയും കൂടി ഈ ഒരു അപകടം നിറഞ്ഞ കാട്ടിലേക്ക് പറഞ്ഞു വിടുമോ? അങ്ങനെയാണെങ്കിൽ ഞാനിനി ഒട്ടും അമാന്തിച്ച് നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ആ പുഷ്പങ്ങളുമായിട്ട് അവിടെ എത്തണം. അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മാതൃപുത്രന്മാരെ ഇവിടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാട് മുഴുവൻ ഇളകി പറിക്കുന്ന ഒരു ആനയെപ്പോലെ ആ കാട്ടിലൂടെ ഭീമൻ മുന്നേറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭീമൻ്റെ കാൽപാദം പതിക്കുന്നതനുസരിച്ച് ഭൂമി കുലുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി.
ഗരുഡനെ പോലെയുള്ള വേഗത്തിൽ, വായു വേഗത്തിൽ അവന് ആ വനത്തിലൂടെ സൗഗന്ധികം നിൽക്കുന്ന സരസ് തേടി പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ മുമ്പിലുള്ള തടസ്സമായിട്ട് നിന്നിരുന്ന വള്ളിക്കൂട്ടങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് വൃക്ഷങ്ങളുമൊക്കെ പറിച്ചെറിഞ്ഞ് ഗജവീരനെ പോലെ മല കയറുന്നിട്ടുള്ള ഭീമൻ അതിഭയങ്കരമായിട്ടുള്ള ഗർജനം നടത്തി. ആ ഗർജനം കേട്ടിട്ട് സിംഹങ്ങളുടെ ഗുഹയിൽ താമസിച്ചിരുന്ന സിംഹങ്ങൾ പോലും പേടിച്ച് അവിടെ നിന്ന് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഭീമഗർജനം കേട്ടിട്ട് സിംഹങ്ങളൊക്കെ ഭയത്തോടു കൂടിയിട്ട് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആനകളൊക്കെ ഭയന്ന് വഴിമാറി ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ ബാഹുബലത്താൽ വനം മുഴുവൻ ഇളക്കി മറിച്ച് അതിലുള്ള വനവാസികളായിട്ടുള്ള മൃഗങ്ങളെയെല്ലാം ഭയത്താൽ കിടുകിട വിറപ്പിച്ചുകൊണ്ട് അതിശക്തനായിട്ടുള്ള ഭീമൻ അനേകം യോജന പടർന്നു കിടക്കുന്ന ഒരു കദളി വനത്തിലേക്ക് പ്രവേശിച്ചു. കദളിവാഴകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ പ്രദേശം. ആ കദളി വാഴകളൊക്കെ പനകൾ പോലെ വളരെ ഉയരത്തിൽ നിന്നിരുന്ന വാഴകളായിരുന്നു. അതൊക്കെ കൈകൊണ്ട് പിഴുതെറിഞ്ഞ് ഭീമൻ തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് കദളി വനത്തിലൂടെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ മാറ്റം കണ്ടിട്ട് കാട്ടിലെ പക്ഷികളും ബാക്കിയുള്ള മൃഗങ്ങളുമൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പരക്കം പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരെല്ലാം ഭീമൻ്റെ ഈ ഗർജനവും ഭീമനാൽ ഉണ്ടായിട്ടുള്ള ആ കാട്ടിലെ ചലനവും എല്ലാം കണ്ടിട്ട് പേടിച്ച് വിറച്ച് രക്ഷാസ്ഥാനങ്ങൾ നോക്കി പായാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഭീമൻ ആമ്പലും താമരയും ഒക്കെ നിറഞ്ഞ ഒരു സരസിൻ്റെ അടുത്തെത്തി. അതിലിറങ്ങി കുറേ നേരം കളിച്ച് രസിച്ചതിന് ശേഷം ഭീമൻ കുറച്ചു നേരം അവിടെ കിടന്ന് വിശ്രമിച്ചു. അതിനുശേഷം വീണ്ടും തൻ്റെ ഗദയും ആയുധങ്ങളുമൊക്കെ ധരിച്ച് അവിടെ നിന്നുകൊണ്ട് വീണ്ടും തൻ്റെ ഗർജനം മുഴക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ സാന്നിധ്യം ആ വനത്തിലുള്ളവരെ അറിയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഭീമൻ്റെ ലക്ഷ്യം. ആ ഭീമഗർജനം കേട്ടിട്ട് സിംഹങ്ങളൊക്കെ മിണ്ടാതെ രക്ഷാസ്ഥാനങ്ങൾ നേടി പേടിച്ചോടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ മൃഗങ്ങളൊക്കെ ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു ഗർജനം വേറൊരു ജീവിയിൽ നിന്നും കേൾക്കുന്നത്. ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കദളി വനത്തിലെ ഭീമൻ്റെ മൂത്ത ജ്യേഷ്ഠനും വായുപുത്രനുമായിട്ടുള്ള ഹനുമാൻ സ്വാമി അവിടെയായിരുന്നു വസിച്ചുകൊണ്ടിരുന്നത്. ഈ ഗർജനങ്ങളും ബഹളങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ അനുജനായിട്ടുള്ള ഭീമസേനൻ്റെ വരവാണിതെന്നുള്ളത് ഹനുമാന് മനസ്സിലായി. ഭീമൻ ദേവമാർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അപമാനമോ ശാപമോ ഒക്കെ കേൾക്കാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് ഭീമൻ്റെ ആ ഒരു അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള പോക്ക് അവസാനിപ്പിക്കണം എന്ന് ഉള്ള വിചാരത്തോടു കൂടിയിട്ട് ഹനുമാൻ ഭീമൻ വരുന്ന മാർഗത്തിൽ അവിടെ വന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹനുമാൻ ഭീമൻ വരുന്ന മാർഗത്തിൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു കുരങ്ങിൻ്റെ വേഷം ധരിച്ചിട്ട് മാർഗത്തിൽ ഭീമൻ്റെ മാർഗം തടയുന്ന രീതിയിൽ കുറുകെ വന്ന് കിടന്നു. ഭീമൻ വരുന്നതിന് മുമ്പ് ആ കപീന്ദ്രൻ അവിടെ കിടന്നുകൊണ്ട് വാല് നീട്ടിയടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഘോര ശബ്ദം ആ കാട് മുഴുവനും കേട്ടു. ആ വാല് ചെന്ന് കൊണ്ടിടമൊക്കെ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങി. വലിയ വൃക്ഷങ്ങളുടെ അതോടൊപ്പം തന്നെ പർവ്വതങ്ങളുടെ ഭാഗങ്ങളുമൊക്കെ ആ ഹനുമാൻ സ്വാമിയുടെ ബാലി എന്ന് കൊണ്ടപ്പോൾ ചിതറിത്തെറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദൂരെ നിന്നും ഈ ശബ്ദം കേട്ടിട്ടുള്ള ഭീമന് അറിയാതെ രോമാഞ്ചമുണ്ടായി. പക്ഷേ എന്താണ് ശബ്ദം എന്നുള്ള കാര്യം ഭീമന് മനസ്സിലായുമില്ല. ഇവിടെ ഹനുമാന്റെ രൂപത്തെക്കുറിച്ചിട്ട് വ്യാസഭഗവാൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ബലിഷ്ഠമായിട്ടുള്ള ശരീരം മുഴുവൻ നീണ്ട രോമങ്ങളാൽ മൂടിയിരുന്നു. അതിനോടൊപ്പം തന്നെ ആ അരക്കെട്ടിൻ്റെ ഭാഗം ബാക്കിയുള്ള ശരീരത്തിൻ്റെ വളർച്ച കാരണം വളരെ മെലിഞ്ഞതായിട്ട് കാണപ്പെട്ടു. വിളങ്ങുന്ന ഉയർന്ന വാലോടും ചെറിയ ചുണ്ടോടും ചെമ്പൻ നിറത്തിലുള്ള നാവോടും ചലിക്കുന്ന പുരികങ്ങളോടും കൂടി രക്തവർണ്ണത്തിൽ ഹനുമാൻ അവിടെ വിളങ്ങി. നല്ല വെളുത്ത നിറത്തിലുള്ള തീക്ഷ്ണമായിട്ടുള്ള തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് കാണപ്പെട്ടിരുന്നു. ആ വാനരൻ്റെ മുഖം, ഹനുമാന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചിരുന്നു. അങ്ങനെ ഹനുമാൻ കുറുകെ കിടക്കുന്ന വഴിയിലേക്ക് ഭീമൻ എത്തിച്ചേർന്നു. തൻ്റെ വഴിമുടക്കി കിടക്കുന്ന ആ വാനര ശ്രേഷ്ഠനെ തൻ്റെ മാർഗത്തെ പർവ്വതം പോലെ തടഞ്ഞു കിടക്കുന്ന ആ വാനരനെ കണ്ടിട്ട് ഭീമൻ തൻ്റെ സിംഹനാദം ഒന്ന് മുഴക്കി. ആ ശബ്ദം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികളെല്ലാം ഭയന്നുപോയി. ആ സമയത്ത് വളരെ അവജ്ഞയോട് കൂടിയിട്ട് പുച്ഛഭാവത്തോടു കൂടിയിട്ട് ഹനുമാൻ ഭീമനെ ഒന്ന് നോക്കി. എന്നിട്ട് ഭീമനോട് ഹനുമാൻ പറഞ്ഞു, വാർദ്ധക്യം മൂലം വയ്യാതെ ഇവിടെ കിടക്കുന്ന എന്നെ നീ എന്തിനാണ് വെറുതെ ഉണർത്തുന്നത്? നിനക്ക് അറിവുള്ളവനാണെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അറിവുള്ള നിനക്ക് ബാക്കിയുള്ള ജീവികളോട് എന്തെങ്കിലും ഒരു ദയയും കൂടി വേണ്ടേ? മനുഷ്യരാണെങ്കിൽ അവർക്ക് ബുദ്ധി വേണം. പക്ഷേ നിന്നെപ്പോലെ മൂഢത്വം കാണിച്ചുകൊണ്ട്, ഇങ്ങനെ ഇല്ലാത്ത വീര്യം കാണിച്ചുകൊണ്ട് നടക്കുന്ന
നീ എങ്ങോട്ടേക്കാണ് ഈ യാത്ര? നീ ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നീ അല്പബുദ്ധിയാണ്, നീ മൂഢനാണ്. അല്ലെങ്കിൽ ഈ പാവങ്ങളായിട്ടുള്ള പക്ഷിമൃഗാദികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് നീ പുറപ്പെടുമോ? എന്തിനാണ് നീ കാട്ടിലേക്ക് എഴുന്നള്ളിയത്? ഈ കാട് മനുഷ്യർക്ക് നിഷിദ്ധമാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇവിടെ നിൻ്റെ ശക്തി കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. താൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ വഴി മനുഷ്യർക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വഴിയല്ല. സിദ്ധന്മാർക്ക് മാത്രമേ ഈ വഴി പോകാൻ വേണ്ടിയിട്ട് ഉള്ള യോഗ്യതയുള്ളൂ. മനുഷ്യർക്ക് ഈ വഴി തികച്ചും നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിന്നോടുള്ള കരുണ കൊണ്ടാണ് ഞാൻ നിന്നെ വഴി തടഞ്ഞിരിക്കുന്നത്. വീര, നീ ആശ്വസിക്കുക, ഇനി നീ മുന്നോട്ട് പോകരുത്. അത് നിനക്ക് ആപത്ത് വരുത്തി വയ്ക്കും. ഏതായാലും ഇവിടം വരെ വന്ന നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് എന്നോടൊപ്പം നല്ല മധുരമുള്ള കദളിപ്പഴങ്ങളൊക്കെ കഴിച്ചിട്ട് നിനക്ക് തിരികെ പോകാം. ഞാൻ പറഞ്ഞ് കേൾക്കാതെ നീ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നീ വെറുതെ ചാകേണ്ടി വരും. അതുകൊണ്ട് നീ മടങ്ങിപ്പോവുക. എൻ്റെ വാക്കുകൾ കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. വൈശമ്പായൻ പറഞ്ഞു. ഹനുമാൻ്റെ ഇത്തരത്തിലുള്ള അധിക്ഷേപക വാക്കുകൾ കേട്ടിട്ട് അതിയായിട്ടുള്ള കോപത്തോട് കൂടിയിട്ട് ഭീമൻ മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങ് ആരാണ്? അങ്ങ് എന്തിനാണ് ഈ വാനര രൂപം ധരിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്? ബ്രാഹ്മണന് നേരെ താഴെയുള്ള ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനാണ് ഞാൻ കൗരവനാണ്, ചന്ദ്രവംശത്തിൽ ജനിച്ചവനാണ്. കുന്തിയുടെ ഗർഭത്തിൽ ജനിച്ച ഞാൻ വായുപുത്രനാണ്. ഭീമസേനൻ എന്നുള്ള പേരിൽ ഞാൻ വളരെയധികം പ്രസിദ്ധനുമാണ്. വൈശമ്പായനൻ പറയുകയാണ്. ആ കുരുവീരൻ ആയിട്ടുള്ള ഭീമസേനൻ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ മുഖത്തൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഹനുമാൻ തിരിച്ച് മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാനൊരു കുരങ്ങാണ്, പക്ഷേ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുവഴി നിന്നെ കടത്തിവിടാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നീ പിന്തിരിഞ്ഞു പോവുക. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ പോയി ആപത്തിൽ പോയി പെടരുത്. ഭീമസേനൻ പറഞ്ഞു. കുരങ്ങ, നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ആളായിട്ടില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ എൻ്റെ വഴിമുടക്കാതെ ഇവിടെ നിന്ന് മാറിക്കിടക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ ആവശ്യമില്ലാത്ത കുഴപ്പം വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. എന്നെ തടയുന്നത് കൊണ്ട് നീ ആവശ്യമില്ലാത്ത കുഴപ്പത്തിലും ദുഃഖത്തിലും ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹനുമാൻ പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഞാൻ വളരെ വൃദ്ധനാണ്, അതോടൊപ്പം തന്നെ രോഗബാധിതനുമാണ്. നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ ചാടിക്കടന്ന് പൊക്കോളൂ. ഭീമസേനൻ പറഞ്ഞു. നിർഗുണമായിട്ടുള്ള പരമാത്മാവ് അത് എല്ലാ ശരീരത്തിലും വ്യാപിച്ചു കിടക്കുന്നു. നിൻ്റെ ഉള്ളിലും ആ ഈശ്വരനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ അപമാനിച്ച് ചാടിക്കടന്ന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല. വേദങ്ങൾ പഠിച്ചതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരനുണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഹനുമാൻ കടൽ കടന്നു പോലെ ഈ പർവ്വതത്തെ ചാടിക്കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഇത് കേട്ടിട്ട് ഹനുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ഹനുമാൻ എന്ന് പറഞ്ഞല്ലോ, അതാരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. നീ വിരോധമില്ലെങ്കിൽ ആ ഹനുമാൻ്റെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഭീമസേനൻ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനും അതോടൊപ്പം തന്നെ വായുപുത്രനുമായിട്ടുള്ള അതിധീരനായിട്ടുള്ള വാനര ശ്രേഷ്ഠനാണ് ഹനുമാൻ. ബുദ്ധി, വീര്യം, ബലം ഇവയ്ക്ക് ഹനുമാന് തുല്യനായിട്ട് ഇതുവരെ വേറൊരു സൃഷ്ടിയും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല. രാമൻ്റെ പത്നിയായ സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 100 യോജന ദൂരം സമുദ്രം ചാടിക്കടന്ന വീരനാണ് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാൻ. മഹാവീരനായിട്ടുള്ള ഹനുമാൻ്റെ വീര്യത്തിനോട് തുല്യമായിട്ടുള്ള വീര്യം ഉള്ളവനാണ് അവൻ്റെ അനുജനായിട്ടുള്ള ഞാൻ. ബലം, പരാക്രമം, യുദ്ധം ഇക്കാര്യത്തിലൊക്കെ ഞാനും എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാനും സമന്മാരാണ്. അങ്ങനെയുള്ള ഞാൻ നിന്നെ കൊല്ലുവാൻ ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ വൃദ്ധ കുരങ്ങെ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടുന്ന് എഴുന്നേറ്റ് മാറാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണ്. എൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു. വൈശമ്പായൻ തുടർന്നു. തൻ്റെ അനുജൻ സ്വന്തം ബലത്തിലും വീര്യത്തിലും അതീവ അഹങ്കാരിയാണെന്ന് കണ്ട് ഹനുമാൻ ഉള്ളാലെ ഒന്ന് ചിരിച്ചു. ഹനുമാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭവാൻ എന്നിൽ പ്രസാദിക്കണേ. എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് മാറാൻ വേണ്ടിയിട്ടുള്ള ശക്തിയില്ല. അത്രമാത്രം വാർദ്ധക്യം എന്നെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് എങ്ങനെ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ എൻ്റെ ഈ വാലൊന്ന് മാറ്റിവെച്ചിട്ട് അങ്ങ് ഇവിടുന്ന് പൊക്കോളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭീമന് അതിയായിട്ടുള്ള കോപം വന്നു. ഈ സാധാരണക്കാരനായിട്ടുള്ള കുരങ്ങനെ അവൻ്റെ വാലിൽ പിടിച്ച് ചുഴറ്റി തറയിലടിച്ച് കൊല്ലണമെന്നുള്ള ചിന്തയോട് കൂടിയിട്ട്, അതീവമായിട്ടുള്ള അഹങ്കാരത്തോടു കൂടിയിട്ട് ആദ്യം ഇടം കൈ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് ആ വാല് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് അനക്കാൻ പോലും അതിശക്തനായിട്ടുള്ള ഭീമന് സാധിച്ചില്ല. അപ്പോൾ തൻ്റെ വജ്രം പോലെ ശക്തമായിട്ടുള്ള 2 കൈകൾ കൊണ്ടും സർവ്വബലവും ഉപയോഗിച്ചിട്ട്
ഭീമസേനൻ ആ വാൽ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ അതിന് ചെറിയൊരു ചലനം പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിബലവാനെന്ന് അഹങ്കരിച്ചിരുന്ന ഭീമനെ സാധിച്ചില്ല. ആ ശക്തി പ്രകടനത്തിൽ ഭീമൻ്റെ പുരുകങ്ങളെല്ലാം പൊങ്ങി, ശരീരം വിയർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, കണ്ണുകൾ തുറച്ചു വന്നു. എത്ര ശ്രമിച്ചിട്ടും തൻ്റെ ബലം മുഴുവനും പുറത്തെടുത്തിട്ടും അതിശക്തമായിട്ടുള്ള ബലവാനായിട്ടുള്ള ഭീമനെ ആ വാല് ചെറുതായിട്ടൊന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. ഈ ഒരു ശ്രമം കൊണ്ട് ഭീമനൊരു കാര്യം മനസ്സിലായി. തൻ്റെ മുമ്പിൽ വന്ന് കിടക്കുന്ന ഈ രോഗിയായിട്ടുള്ള ദുർബലനായിട്ടുള്ള കുരങ്ങനെ പോലെ അഭിനയിച്ച് കിടക്കുന്ന ഈ കുരങ്ങൻ ഒരു സാധാരണ ആളല്ല എന്നുള്ള കാര്യം ഭീമന് മനസ്സിലായി. ഭീമൻ ആ വാനരൻ്റെ അടുത്ത് ചെന്നിട്ട് തലകുമ്പിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഒരു സാധാരണക്കാരനാന്നുള്ള അല്ല അങ്ങ് ഒരു സാധാരണക്കാരനല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എൻ്റെ ഭാഗത്തു നിന്നുള്ള അഹങ്കാരം കൊണ്ടുള്ള ഭാഷണങ്ങളൊക്കെ അങ്ങ് ഒന്ന് പുറത്തു തരണം. ഞാൻ അഹങ്കാരം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് ദയവ് ചെയ്ത് അതെല്ലാം ക്ഷമിക്കണം. അങ്ങ് ആരനാണ്? സിദ്ധനാണോ? ദേവനാണോ? ഗന്ധർവനാണോ? യക്ഷനാണോ? വാനരന്റെ രൂപത്തിൽ വന്നിട്ടുള്ള അങ്ങ് ആരാണെന്നുള്ള കാര്യം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തണം. ഭവാൻ ആരാണെന്ന് പറയുക. ഞാൻ അങ്ങയുടെ ശിഷ്യനെ പോലെ വിധേയനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഹനുമാൻ പറഞ്ഞു, നിനക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം. വായുപുത്രനായിട്ടുള്ള ഹനുമാനാണ് ഞാൻ. ഇടൂ ഭീമ, നിന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ഹനുമാൻ ഞാൻ തന്നെയാണ്. സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവനെയും ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലിയെയും ഞാൻ പൂജിച്ചിരുന്നു. കാറ്റും തീയും എന്ന പോലെ ഞാനും ബാലിയും സുഹൃത്തുക്കളായിരുന്നു. ജ്യേഷ്ഠനായിട്ടുള്ള ബാലി ഒരു കാരണവുമില്ലാതെ സുഗ്രീവനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ബാലിയെ വിട്ടിട്ട് ഞാനും സുഗ്രീവനും ഋഷിമുഖാചലം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നാൾ താമസിച്ചിരുന്നു. അക്കാലത്ത് മഹാബലവാനായിട്ടുള്ള ദശരഥൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ശ്രീരാമൻ ജനിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മനുഷ്യരൂപം കൊണ്ട ജന്മമായിരുന്നു ശ്രീരാമൻ്റേത്. തൻ്റെ അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമനും ഭാര്യയും അഞ്ജനും കൂടി വനവാസത്തിനായിട്ട് കാട്ടിലേക്ക് പോയി. ദണ്ഡകാരണ്യ വനത്തിൽ വെച്ചിട്ട് ശ്രീരാമൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. മായാരൂപം ധരിച്ച് രാവണൻ തൻ്റെ വിമാനമായിട്ടുള്ള പുഷ്പവിമാനത്തിൽ കയറി തൻ്റെ കൊട്ടാരമായിട്ടുള്ള ലങ്കയിലേക്ക് സീതയുമായിട്ട് കടന്നു കളഞ്ഞു. ഹനുമാൻ ശ്രീരാമൻ്റെ കഥ വളരെ ചെറുതായിട്ട് ഇവിടെ ഭീമനോട് വർണ്ണിച്ച് പറയുകയാണ്. ഭാര്യയെ അപഹരിക്കപ്പെട്ടപ്പോൾ അഞ്ജനോടൊപ്പം ഈ കാട് മുഴുവനും ശ്രീരാമ ഭഗവാൻ തൻ്റെ പത്നിയായിട്ടുള്ള സീതയെ അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് സുഗ്രീവൻ രാമനുമായിട്ട് സഖ്യം ചെയ്തു. തൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയെ ശ്രീരാമൻ്റെ സഹായത്തോടു കൂടിയിട്ട് വധിച്ചു. രാമൻ അതിനുശേഷം സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. രാജ്യം കിട്ടിയതിന് ശേഷം സുഗ്രീവൻ സീതാദേവിയെ അന്വേഷിച്ച് ആയിരക്കണക്കിന് കുരങ്ങന്മാരെ രാജ്യമെമ്പാടും പറഞ്ഞു വിട്ടു. അങ്ങനെ അനേകം വാനരന്മാരോട് കൂടിയിട്ട് ഞാൻ തെക്ക് ദിക്കിലേക്ക് സീതയെ അന്വേഷിച്ച് യാത്രയായി. മഹാത്മാവായിട്ടുള്ള സമ്പാദി എന്ന് പറയുന്ന വലിയൊരു പക്ഷിശ്രേഷ്ഠൻ്റെ വാക്കുകളിൽ നിന്നും സീതാദേവി രാവണൻ്റെ കൊട്ടാരമായിട്ടുള്ള ലങ്കയിലുണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. രാമനോടുള്ള ഭക്തി കൊണ്ട് ഞാൻ 100 യോജന കടൽ വളരെ നിസാരമായിട്ട് ചാടിക്കിടന്നു. അവിടെ ചെന്നിട്ട് സീതാദേവിയെ ആ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഞാൻ കണ്ടു. ഹേ ഭീമ, സീതാദേവിയെ കണ്ടതിന് ശേഷം ഞാൻ ലങ്കയിലെ കോട്ടകൊത്തളങ്ങളെല്ലാം അഗ്നിക്ക് ഇരയാക്കി. അതിനുശേഷം തിരിച്ച് 100 യോജന കടൽ താടി ഭഗവാൻ രാമൻ്റെ അടുത്ത് ചെന്നിട്ട് മുദ്രാമോദ്രം കാണിച്ചിട്ട് സീതാദേവി അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകി. എൻ്റെ വാക്ക് കേട്ടിട്ട് ഭഗവാൻ ശ്രീരാമൻ കടലിന് കുറുകെ ഒരു പാലം നിർമ്മിച്ച്, കടലിന് കുറുകെ ഒരു ചിറ നിർമ്മിച്ച് അതിലൂടെ കോടിക്കണക്കിനായിട്ടുള്ള വാനര സൈന്യത്തോടും കൂടിയിട്ട് ലങ്കയിൽ ചെന്നിട്ട് രാവണനെ വധിച്ചിട്ട് സീതാദേവിയെ തിരികെ നേടി. ലങ്കാരാജ്യത്ത് രാവണൻ്റെ അനുജനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള വിഭീഷണനെ അവിടെ രാജാവായിട്ട് വാഴിച്ചു. ശ്രീരാമൻ അങ്ങനെ തൻ്റെ പത്നിയെ വീണ്ടെടുത്തതിന് ശേഷം തൻ്റെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് രാജ്യഭാരം ഏറ്റെടുത്തു. ആ സമയത്ത് ഞാനും ഭഗവാൻ രാമനോട് ഒരു വരം ചോദിച്ചിരുന്നു. ഭഗവാനെ, അങ്ങയുടെ കഥ ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ജീവിച്ചിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ ഭഗവാൻ രാമനോട് പറഞ്ഞു. ശ്രീരാമൻ അങ്ങനെ ആവട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. ആ രാമൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാലത്തും എനിക്ക് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. 11,000 വർഷം രാജ്യം ഭരിച്ചിട്ട് രാമൻ സ്വർഗലോകം പ്രാപിച്ചു. എന്നാൽ ഇപ്പോഴും യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരുമൊക്കെ രാമൻ്റെ കഥ പാടിക്കൊണ്ട് നടക്കുകയാണ്. എടോ അനുജ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഈ മാർഗം ഇത് മനുഷ്യർക്ക് നിഷിദ്ധമായിട്ടുള്ള മാർഗമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഈ ദേവമാർഗം തടുത്തത്. നിനക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ആരും ശപിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നെ തടഞ്ഞത്. നീ അന്വേഷിച്ചു വന്ന സൗഗന്ധിക പുഷ്പങ്ങൾ നിറഞ്ഞ സരോവരം ഇവിടെ തന്നെയാണുള്ളത്. ഈ കാണുന്നതാണ് അവിടേക്കുള്ള വഴി. വൈശമ്പായനൻ പറഞ്ഞു. ഇപ്രകാരം ഹനുമാനിൽ നിന്നും കാര്യങ്ങളെല്ലാം ധരിച്ച ഭീമൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി. അതിനുശേഷം ഭീമസേനൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദൈവതുല്യനായിട്ടുള്ള ഹനുമാനോട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അങ്ങയെ കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതം ഏറ്റവും ധന്യം നിറഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങയെ ജീവനോടെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം എനിക്ക് മാത്രമാണല്ലോ കിട്ടിയത്. എനിക്ക് ഒരു ആഗ്രഹം അങ്ങയുടെ അടുത്ത് ബോധിപ്പിക്കാനുണ്ട്. അങ്ങ് കടൽ ചാടിക്കടക്കാനെടുത്ത സമയത്ത് ഒരു രൂപമുണ്ടല്ലോ, ആ രൂപം എൻ്റെ മുമ്പിലൊന്ന് അങ്ങ് കാണിച്ചു തരണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. വൈശമ്പായനൻ തൻ്റെ കഥ തുടരുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ വാത്സല്യത്തോടു കൂടിയിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭീമനോട് ഹനുമാൻ പറഞ്ഞു, അത് കാണുവാൻ നിനക്ക് സാധ്യമല്ല. അത് കൃതായുഗത്തിലുണ്ടായിരുന്ന എൻ്റെ രൂപമാണ്. കൃതായുഗത്തിൽ രൂപം വേറെ, ത്രേതായുഗത്തിൽ രൂപം വേറെ, ദ്വാപരയുഗത്തിൽ വേറെ രൂപം, കലിയുഗത്തിൽ വേറെ രൂപം. അതുകൊണ്ട് കാലത്തെ അതിക്രമിച്ചുകൊണ്ട് എനിക്കങ്ങനെ എൻ്റെ രൂപം വലുതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലത്തിനനുസരിച്ച് പ്രകൃതിയിലുള്ള എല്ലാത്തിനും രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിക്കും നദികൾക്കും പർവ്വതങ്ങൾക്കും വൃക്ഷങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ രൂപത്തിൽ ഓരോ യുഗങ്ങൾക്കനുസരിച്ചും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോ യുഗം കഴിയും തോറും സൃഷ്ടികളുടെയൊക്കെ വലിപ്പം കുറയും, അതിനോടൊപ്പം തന്നെ അവരുടെ ശേഷി കുറയുകയും ചെയ്യും. അതുകൊണ്ട് ആ രൂപം ഇന്ന് കാണിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. അനുജ ഭീമ, ഞാൻ യുഗത്തിൻ്റെ നിയമത്തിനനുസരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഓരോ യുഗത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ യുഗത്തിൽ, ത്രേതായുഗത്തിൽ ഞാൻ എടുത്ത രൂപം നിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധ്യമല്ല. ഭീമസേനൻ ആ സമയത്ത് ഹനുമാനോട് ചോദിച്ചു, ഭഗവാനെ, ഓരോ യുഗത്തിലെയും പ്രത്യേകതകൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് കാലാനുവർത്തിയായിട്ട് ജീവിക്കുന്ന ചിരഞ്ജീവിയാണല്ലോ. അതുകൊണ്ട് ഓരോ യുഗത്തിൻ്റെയും പ്രത്യേകതകൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഹനുമാൻ പറഞ്ഞു, സനാതനമായിട്ടുള്ള ധർമ്മം അത് ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്നത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗത്തിലാണ്. ആ സമയത്ത് എല്ലാം ധർമ്മത്തിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ധർമ്മത്തിൻ്റെ കൃത്യതയ്ക്കനുസരിച്ച് വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ ഉത്തമയുഗകാലത്ത് ആർക്കും പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കർത്തവ്യവുമില്ല. അന്ന് ധർമ്മം തളരുകയോ പ്രജകൾക്ക് ക്ഷയമുണ്ടാവുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് കൃതായുഗം അല്ലെങ്കിൽ സത്യയുഗം യുഗങ്ങളിലെ ഏറ്റവും മഹത്തമായിട്ടുള്ളതാണെന്ന് അറിയപ്പെടുന്നത്. അന്ന് ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും സർപ്പങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ക്രയവിക്രയങ്ങളും അതായത് കച്ചവടങ്ങളൊന്നും നടന്നിരുന്നില്ല. വേദങ്ങളൊന്നും വിഭജിക്കപ്പെട്ടിരുന്നില്ല. കൃഷി മുതലായിട്ടുള്ള മനുഷ്യരുടെ ക്രിയകളൊന്നും അന്ന് നടന്നിരുന്നില്ല. അന്നത്തെ ഒരേ ഒരു ധർമ്മം സന്യാസം മാത്രമായിരുന്നു. ജനിച്ചവരൊക്കെ വെറുതെ ധ്യാനിച്ചിരിക്കുക. അവരുടെ 4 ധർമ്മങ്ങളിലൂടെ കടന്നുപോയി മോക്ഷപ്രാപ്തിയിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചു കൊണ്ടായിരുന്നു അന്നത്തെ യുഗത്തിലെ ആൾക്കാർ ജീവിച്ചിരുന്നത്. ആ യുഗത്തിൽ വ്യാധികളോ ഇന്ദ്രിയക്ഷയമോ അസൂയയോ ദുഃഖമോ അഹങ്കാരമോ കാപട്യമോ വൈര്യമോ ആലസ്യമോ ദേഷ്യമോ പരദൂഷണമോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പരമാനന്ദം ലഭിക്കുന്ന ബ്രഹ്മത്തെ നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യോഗികൾ മാത്രമായിരുന്നു ആ സത്യയുഗത്തിൽ ജീവിച്ചിരുന്നത്. അന്ന് സർവഭൂതാത്മാവായിട്ടുള്ള നാരായണൻ ധവള രൂപത്തിൽ വെള്ള രൂപത്തിലാണ് കാണപ്പെട്ടിരുന്നത്. അന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇവരെല്ലാവരും ഒരേ ധർമ്മം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ബ്രഹ്മപ്രാപ്തി മാത്രമായിരുന്നു. ഒരേ ഒരു വേദവും പ്രണവമെന്ന ഒരേ ഒരു മന്ത്രവും വേദാന്ത ശ്രവണമെന്നുള്ള ഒരേ ഒരു കർമ്മവും ധ്യാനമെന്ന ഒരേ ഒരു ക്രിയയും മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ബ്രഹ്മചര്യം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 വർണ്ണങ്ങളിലൂടെയാണ് എല്ലാവരും ജീവിച്ചിരുന്നത്. ഈ 4 വർണ്ണങ്ങളിലൂടെ കടന്നുപോയിട്ട് എല്ലാവരും മോക്ഷപ്രാപ്തി നേടിയിരുന്നു. 3 ഗുണങ്ങളായിട്ടുള്ള സത്വം രജം തമസ് എന്നീ ഗുണങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ ത്രേതായുഗത്തെക്കുറിച്ചിട്ട് പറയാം. 2ാമത്തെ യുഗമാണ് ത്രേതായുഗം. ആദ്യത്തെ യുഗം സത്യയുഗം. ഹനുമാൻ ഭീമസേനോട് തുടരുകയാണ്. ത്രേതായുഗത്തിലാണ് യജ്ഞങ്ങളുടെ ആരംഭം. നാരായണൻ അന്ന് രക്തവർണ്ണനാണ്. കടും ചുവപ്പ് നിറത്തോടു കൂടിയിട്ടാണ് നാരായണൻ കാണപ്പെട്ടിരുന്നത്. ധർമ്മത്തിൻ്റെ കാൽഭാഗം അന്ന് കുറയും.
മനുഷ്യര് ധർമ്മത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരും യജ്ഞങ്ങളിലും ഹോമങ്ങളിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ള മനുഷ്യരുമായിരിക്കും അന്ന് ജീവിച്ചിരിക്കുന്നത്. അന്നുള്ളവരെ ധർമ്മത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ദാനധർമാദികളൊക്കെ പൂർണ്ണമായിട്ടും ചെയ്ത് തങ്ങളുടെ കർമ്മങ്ങൾ യഥാവധി ആചരിച്ച് ധർമ്മത്തിൽ മാത്രം ഊന്നി ജീവിക്കുന്നവരായിരുന്നു ത്രേതായുഗത്തിലുള്ള മനുഷ്യരെല്ലാവരും. അടുത്ത യുഗമായിട്ടുള്ള ദ്വാപരയുഗം എത്തിക്കഴിഞ്ഞപ്പോൾ ധർമ്മത്തിന്റെ ഒരു പാദവും കൂടി കുറഞ്ഞു. ധർമ്മം നേരെ പകുതിയായിട്ട് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്ന് വിഷ്ണുവിന് പീതവർണ്ണമാണ്, നീല കളറായിരുന്നു ഭഗവാൻ വിഷ്ണുവിന് ഉണ്ടായിരുന്നത്. വേദം 4ആയിട്ട് പിരിയുന്നതും ഈ സമയത്താണ്. ചിലർ 4 വേദങ്ങളെയും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചിലർ 3 വേദങ്ങളെ മാത്രം അനുസരിക്കാൻ തുടങ്ങി. ചിലർ 2 വേദങ്ങളെ അനുസരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചിലർ 1 വേദത്തെ മാത്രം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യ വിഭാഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനുഷ്യരുടെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. രജോ ഗുണത്തിൽ പ്രധാനമാണ് രജോഗുണമാണ് ദ്വാപരയുഗത്തിലെ മനുഷ്യർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഏകദൈവത്തെക്കുറിച്ചുള്ള അജ്ഞാനത്താൽ വേദങ്ങൾക്കനുസരിച്ച് മനുഷ്യര് വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ബുദ്ധിക്ഷയം മൂലം മർത്തിന് സത്യം കാണാൻ പറ്റാത്ത അവസ്ഥ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സത്യത്തെ അവഗണിക്കുന്നത് കാരണം മനുഷ്യർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. മനുഷ്യര് ഒരുപാട് പീഡകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. ചിലര് ഐഹികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ചിലര് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ദ്വാപരത്തില് പ്രജകളെല്ലാം അധർമ്മത്തില് കൂടുതലായിട്ട് ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. കലിയുഗത്തില് ധർമ്മത്തിന്റെ 3/4 ഭാഗവും നഷ്ടപ്പെടും. 1/4 ഭാഗം മാത്രം ധർമ്മമായിരിക്കും മനുഷ്യരുടെ ഇടയിൽ തുടരുന്നത്. തമോ ഗുണപ്രധാനമായിട്ടുള്ള ഈ യുഗത്തില് ഭഗവാൻ കൃഷ്ണൻ തമോ ഗുണപ്രധാനമായിട്ടുള്ള ഈ യുഗത്തില് നാരായണൻ കൃഷ്ണരൂപത്തില് ഇവിടെ അവതരിക്കും. ദേവാചാരങ്ങളും ധർമ്മ ആചാരങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ഇല്ലാതാവും. അതിയായിട്ടുള്ള മഴയും അതിയായിട്ടുള്ള വരൾച്ചയും ഒക്കെ രാജ്യങ്ങൾ നേരിടേണ്ടി വരും. പുതിയ പുതിയ വ്യാധികളും ആലസ്യം, ക്രോധം മുതലായ ദോഷങ്ങളും വിശപ്പ്, ഭയം മുതലായിട്ടുള്ള ഉപദ്രവങ്ങളും അതിഭയങ്കരമായിട്ട് കലിയുഗത്തിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. യുഗം മാറുന്നതനുസരിച്ച് ധർമ്മങ്ങളും മാറിക്കൊണ്ടിരിക്കും. ധർമ്മം നശിച്ചാൽ ലോകം നശിക്കും. യുഗക്ഷയം സംഭവിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ടായിരിക്കും കാര്യങ്ങൾ മിക്കവാറും നടക്കുന്നത്. അനുജ, ഭീമ, ഇനി കലിയുഗം ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. ചിരഞ്ജീവികളായിട്ടുള്ള ഞങ്ങൾ കുറേ പേർ ഈ കാലത്തെ അതിജീവിച്ച് ഇവിടെ കഴിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇവിടെ വർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പൂർവ്വരൂപത്തെ നീ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിഷ്പ്രയോജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നീ തിരികെ പോവുക എന്ന് ഹനുമാൻ ഭീമസേനോട് ആവശ്യപ്പെട്ടു. ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളോട് വെക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.